വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപനം ഇനിയും നടപ്പായില്ല. 30 വീടുകൾ നിർമ്മിച്ചു തരുമെന്നായിരുന്നു അറിയിച്ചിരുന്നെങ്കിലും ഒരു വീട് പോലും നൽകാനാകാത്തത് സംഘടനയ്ക്ക് നാണക്കേടായി. ഓരോ വീടിനും 8 ലക്ഷം രൂപ വീതം കണക്കാക്കിയാണ് യൂത്ത് കോൺഗ്രസ് ഫണ്ട് ശേഖരണം നടത്തിയത്. ഇതിനായി 83 ലക്ഷം രൂപ സമാഹരിച്ചതായി അവർ അവകാശപ്പെട്ടെങ്കിലും ഒരു വീട് പോലും ദുരന്ത ബാധിതർക്ക് നൽകാൻ കഴിഞ്ഞില്ല. ഫണ്ട് ശേഖരണത്തിന്റെ കണക്കുകൾ പുറത്തുവിടാൻ കഴിയാത്തതിനാൽ സുതാര്യമില്ലായ്മയെക്കുറിച്ചുള്ള ആരോപണങ്ങളും ശക്തമായി. ആലപ്പുഴയിലെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഫണ്ട് ദുരുപയോഗം നടത്തിയെന്ന ആരോപണങ്ങളും ഉയർന്നു. ഇത് സംഘടനയുടെ വിശ്വാസ്യതയെ കൂടുതൽ ദോഷകരമായി ബാധിച്ചു. 1 കോടി രൂപയിൽ താഴെ മാത്രം സമാഹരിച്ച യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐയുടെ 20 കോടി രൂപയുടെ വമ്പിച്ച ഫണ്ട് ശേഖരണവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ പിന്നിലാണ്. ഡിവൈഎഫ്ഐ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായി ശക്തമായ ദുരിതാശ്വാസ പദ്ധതിയാണ് ആവിഷ്കരിച്ച് നടപ്പാക്കിയത്. തുടക്കത്തിൽ 25 വീടുകൾ നിർമ്മിക്കുമെന്ന് പ്രഖ്യാപിച്ച ഡിവൈഎഫ്ഐ പിന്നീട് ഈ ലക്ഷ്യം 100 വീടുകളായി വർദ്ധിപ്പിച്ചു. ഓരോ വീടിനും 20 ലക്ഷം രൂപ വീതം കണക്കാക്കി ആകെ 20 കോടി രൂപ സമാഹരിച്ച് സർക്കാരിന് കൈമാറുകയും ചെയ്തു. തുക സമാഹരിക്കുന്നതിനായി ഡിവൈഎഫ്ഐ വിപുലമായ ഫണ്ട് ശേഖരണ പരിപാടികളാണ് നടത്തിയത്. സാധാരണക്കാരുടെ സംഭാവനകൾ മാത്രമല്ല, സ്ക്രാപ്പ് ശേഖരണം ഉൾപ്പെടെ നടത്തിയാണ് കഠിനാധ്വാനത്തിലൂടെ തുക സമാഹരിച്ചത്. ഡിവൈഎഫ്ഐയുടെ സുതാര്യതയും വേഗതയും യൂത്ത് കോൺഗ്രസിന് മാതൃകയാണ്. 20 കോടി രൂപ പൂർണ്ണമായും സർക്കാരിന് കൈമാറിയതോടെ ദുരന്തബാധിതർക്ക് വീടുകൾ നിർമ്മിക്കുന്നതിനുള്ള പ്രക്രിയ വേഗത്തിലായി. ജനകീയ പങ്കാളിത്തത്തോടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ എങ്ങനെ കാര്യക്ഷമമായി നടപ്പിലാക്കാമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഡിവൈഎഫ്ഐയുടെ ഇടപെടൽ.